ഗായ്സ് വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ അപ്പോൾ ഗായ്സ് നമ്മളെന്തായാലും ഗായ്സ് നമ്മുടെ വന്നേക്കണേന്ന് വെച്ചാൽ ഗായ്സ് നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ ഒരു പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ടാണ് ഗായ്സ് നമ്മളെന്തായാലും ഗായ്സ് വന്നേക്കണം. ഓക്കെ അപ്പോൾ എൻ്റെ ചാനലിലായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനെടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്ത് എൻ്റെ വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ എന്തായാലും നോട്ടിഫിക്കേഷൻ ആയിട്ട് എന്തായാലും എനേബിൾ ആവുന്നതാണ്. ഓക്കെ അപ്പോൾ ഗായ്സ് അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ ഞങ്ങളാകാം ഒരു പുതിയൊരു കിടിലെ വണ്ടിയായിട്ടാണ് വന്നേക്കണം. ഓക്കെ അപ്പോൾ ആ വണ്ടി ഏതെന്നൊക്കെ പറഞ്ഞുതരാം. ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഞങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ എന്തായാലും നോട്ടിഫിക്കേഷൻ ആയിട്ട് എന്തായാലും എനേബിൾ ആകും. ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോ ഞങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ ഗായ്സ് അപ്പോൾ ഗായ്സ് നമ്മളെന്തായാലും ഗായ്സ് നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിലും കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും ഒരു കിടുക്കാച്ച് വണ്ടിയായിട്ടാണ് ഗൈസ് നമ്മൾ വന്നേക്കണം. ഓക്കെ അപ്പോൾ ആ ഒരു വണ്ടികളൊക്കെ ഞാൻ കാണിക്കാനായിട്ടാണ് 3, 2, 1 ഗോ. യെസ് ഗായ്സ് ഇതാണ് ഗായ്സ് നമ്മുടെ വണ്ടി കാര്യങ്ങളൊക്കെ. എൻ്റെ മോനെ ഗൈസ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ടൊയോട്ടയുടെ ഇന്നോവയും കാര്യങ്ങളൊക്കെയാണ്. വേറെ ലെവലായിട്ടുള്ളൊരു വണ്ടിയും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് നമ്മുടെ ഈ ഒരു ഇന്നോവയും കാര്യങ്ങളൊക്കെ. അപ്പം ഇന്നോവയുടെ ഫുള്ളായിട്ടുള്ള ഒരു കിടുക്കാച്ചായിട്ടുള്ളൊരു വീഡിയോ കാര്യങ്ങളൊക്കെയാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോകളൊക്കെ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അപ്പോൾ നമ്മളെന്തായാലും നൈസായിട്ട് നമ്മളെന്തായാലും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഹാൻഡ് ബ്രേക്ക് മാറ്റി കൊണ്ടുണ്ട്, വണ്ടി എന്തായാലും ഓൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ ഇപ്പോൾ ഇന്നോവ നമുക്ക് എന്തായാലും നൈസായിട്ട് ഫ്രണ്ടിലോട്ട് എടുക്കാം. ഓക്കെ ഇതൊന്ന് പോത്ത. ഓക്കെ വണ്ടി ഓണല്ലായിരുന്നു. ഓക്കെ അയ്യോ എടുത്തില്ല, അപ്പം തന്നെ ഇടിച്ചിട്ടുണ്ട് ചെറുതായിട്ട്. അത് കുഴപ്പമില്ല, ചെറിയ ഇടിയല്ല, സാരമില്ല. എന്ത് പോത്ത വണ്ടി കുടുങ്ങിപ്പോയാ? ഓക്കെ എടുത്തപ്പോൾ അതിനെ ചെറുതായിട്ടൊന്ന് ഇടിച്ചത് കുഴപ്പമില്ല, പക്ഷെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇതെന്ന് വെച്ചാൽ കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ള ഇന്നോവയാണ്. ഓക്കെ അയ്യോ ഇതെന്ത് എന്തോ ഗ്ലിച്ച് അടിച്ചിരിക്കണം. ഓക്കെ ഇപ്പോൾ ശരിയായിട്ടുണ്ട്. ഓക്കെ ഇത് കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ള ഒരു ഇന്നോവയും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ സൂപ്പർ വണ്ടിയും കാര്യങ്ങളൊക്കെയാണ് ഇതെന്ന് വെച്ചാൽ. ഓക്കെ നമുക്ക് മാക്സിമം തട്ടാതെ പോകാം, നമ്മളെപ്പോഴും ഓടിക്കുമ്പോൾ തട്ടിയിട്ടേക്കെ പോകും. ഓക്കെ ഇന്ന് നമ്മൾ മറ്റേ ഒരു ടൂർ മോഡുമായിട്ടാണ് നമ്മൾ വന്നേക്കണം. ഓക്കെ ഇന്ന് നമ്മളൊരു സ്ഥലത്ത് ടൂർ പോകാനായിട്ട് പോവുകയാണ്. കയറിയില്ല, അപ്പോൾ തന്നെ മഴ തുടങ്ങി. ഇൻറ്റീരിയർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. പൊളി ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് നൈസായിട്ട് എന്തായാലും വണ്ടി എടുത്തോണ്ട് നമുക്ക് ചെറുതായിട്ട് സൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടാൻ കേട്ടാ, കാരണം വെച്ചാൽ എന്നാലും ഒരു ഗുമ്മ ഉണ്ടാവുമോ. ഓക്കെ ഞാൻ ചെറുതായിട്ട് എന്തായാലും സൗണ്ട് കാര്യങ്ങളൊക്കെ കൂട്ടി, അല്ലെങ്കിൽ ഒരു ഇത് കാര്യങ്ങളൊക്കെ കാണത്തില്ല. ഓക്കെ ഒരു ഇത് കാണത്തില്ല. ഇൻഡിക്കേറ്റർ ഓഫ് ആക്കണ്ട, നമ്മൾ അങ്ങോട്ടാണ് പോകണത്, തിരിയാണ്. ഓക്കെ അപ്പോൾ അതൊക്കെ തിരിക്കുക. ഓക്കെ ഇൻറ്റീരിയർ മോഡിട്ട് കളിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ, പ്രത്യേക ലുക്ക്. വൈപ്പർ സ്പീഡ് ഇടും, നല്ല മഴ വേണം. ഓക്കെ നമ്മൾ നല്ല സ്പീഡിൽ കത്തിച്ച് വിടാണ്. ഓക്കെ എൻ്റെ മോനെ വണ്ടി വേറെ ലെവലായിട്ടുണ്ട്. ഓക്കെ ഞാൻ അങ്ങനെ സെക്കൻഡ് ഗിയർ ഇട്ട്, ഈ വണ്ടി 5th ഗിയർ വരെ പോകത്തുള്ളൂ. ഓക്കെ ചില കാറുകളാണെങ്കിൽ അല്ല ചിലതാണെങ്കിൽ ഏതാണ് ഇതുവരെ പോകത്തുള്ളൂ. ഓക്കെ ചില വണ്ടികൾ പക്ഷേ എനിക്ക് തോന്നുന്നു 6th വരെ പോകുമെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല, 6th വരെ പോവുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഓക്കെ 6th വരെ പോകും തോന്നുന്നു. സ്പോർട്സ് കാറാണ് ചിലപ്പോൾ പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ഇങ്ങനത്തെ വണ്ടികൾ പോകുന്നതാണ്. ഇവിടെ ഇപ്പോൾ സെക്കൻഡ് ഗിയർ ഇട്ടപ്പോൾ ഇന്നോവ 105 കയറിയിട്ടുണ്ട്. എൻ്റെ അമ്മ ഇന്നോവ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേടിട്ടാലും വണ്ടി പറക്കും. ഓക്കെ ഞാൻ കത്തിച്ചുവിടാണ്. എൻ്റെ അമ്മ ഈ വണ്ടി മിക്കവാറും നല്ല സ്പീഡ് അടിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ഞാൻ കത്തിച്ചുവിടാണ് നമ്മുടെ ഇന്നോവയും കൊണ്ട്. ഓക്കെ അയ്യോ നല്ലൊരു ഇടി ഇടിച്ചിട്ടുണ്ട്. ഫ്രണ്ട് പോയിട്ടുണ്ട്. ഓക്കെ നല്ലൊരു ഇടി ഇടിച്ചിട്ടുണ്ട്. നമ്മൾ സ്പീഡ് വരെയായിരുന്നു, അപ്പോൾ നല്ലൊരു ഇടിയും കണക്ക് ഇടിച്ചിട്ടുണ്ട്. ഇനി അടിക്കല്ലേ, ഇടിച്ച വയ്യ. പിന്നെ ഇടിച്ച് വണ്ടിയുടെ ഫ്രണ്ടും ബാക്കൊക്കെ പൊളിഞ്ഞു പോയി ഗൈസ്. ഓക്കെ അപ്പം പിന്നെ ഇടിച്ച് എന്താണിത്, കുഴപ്പമില്ല. ഓക്കെ നമുക്കപ്പോൾ ഇന്നോവ എടുത്തുകൊണ്ട് കത്തിച്ചു വിടാം. ഓക്കെ
വലിയ പ്രശ്നമാണെങ്കിൽ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കൊടുത്ത് വണ്ടി റെഡിയാക്കാം. ഓക്കെ, അതിനകത്ത് വേറെ കുഴപ്പങ്ങളൊന്നും ഒന്നുമില്ല. ഓക്കെ, നമുക്കപ്പോൾ ഈ ഒരു വണ്ടി കൊണ്ട് കത്തിച്ച് വിടാം. ഓക്കെ, ഒന്നേന്ന് നമുക്ക് സ്പീഡിൽ പോയി. ഇപ്പോൾ സ്പീഡ് ഇനി കുറയാൻ ചാൻസ് ഉണ്ട്. ഇടിച്ചപ്പം പോയില്ല, അതുകൊണ്ടാണ്. ഞാനിവിടെ പക്ഷേ സെക്കൻഡ് കണക്കിട്ടപ്പം ഈ വണ്ടികളൊക്കെ 105 വരെ പോകുന്നുണ്ട്. ഓക്കെ, കണ്ടിന്യൂ. ബസ്സിൻ്റെ സൗണ്ട് മാറി 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 മാറി. ഓ, നല്ല ഇടിച്ചിട്ടുണ്ട് സൈഡ് പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ ഇനോവയ്ക്കൊരു വിഷയമേ അല്ല. ഓക്കെ, നമ്മൾ പക്ഷെ നല്ല സ്പീഡിൽ ഞങ്ങളൊക്കെ പോവുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ ഇൻറ്റീരിയർ ഓടിക്കാൻ. ഓക്കെ, മാറ്റി മാറ്റി മാറ്റി. ഓ, നമുക്ക് അതിലേ കൂടെ ആണല്ലേ പോകണ്ട. കുഴപ്പമില്ല, നമുക്ക് ഇവിടെ കൂടെ യൂ ടേൺ എടുക്കാം. ഓക്കെ, നമ്മളങ്ങനെ യൂ ടേൺ എടുത്ത് യൂ ടേൺ എടുത്ത് വണ്ടി ഇടിച്ച് ഞങ്ങളെല്ലാം കിടക്കാച്ചായിട്ട് വാങ്ങുന്നതാണ്. പക്ഷെ ഗിയർ ഇടാനാണ് ഭയങ്കര പാട്. വണ്ടിയുടെ ലൈഫ് പക്ഷെ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് സെക്കൻഡ് ഇട്ട് വേണം. സെക്കൻഡ് ഇട്ടാലും വല്ല ഗുണമുള്ളൂ. ഓക്കെ, നമുക്കപ്പോൾ കത്തിച്ചു വിടാം. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും കുറച്ച് ദൂരം എന്തായാലും എത്തിയിട്ട് എന്തായാലും കാണാം ഗൈസ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്കും ബോറടിക്കുക ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കും. അപ്പോൾ കുറച്ച് ദൂരം എത്തിയിട്ട് എന്തായാലും ഞാൻ പെട്ടെന്ന് വരാം. ഓക്കെ, ഓക്കെ ഗായ്സ്, എന്നാലും ഇവിടെ ഇപ്പോൾ എന്നാലും ഞാൻ എന്നാലും കുറേ ദൂരങ്ങളൊക്കെ ഓടിച്ചോടിച്ച് ഏകദേശം കുറേ ദൂരം എത്തിയിട്ട് എന്നാലും ഉണ്ടോ. ഞാൻ കുറേ നേരമായിട്ടിരുന്ന് ഓടിക്കണം. ഞാൻ അവനെ 4th ഗിയറൊക്കെ ഇട്ടിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, ഞാൻ ഇടയ്ക്കുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബോറടിക്കുക. അതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ ഇടയ്ക്കുള്ള ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ബസ്സിലൊക്കെ ആണെങ്കിൽ 6th ഗിയർ വരുന്നുണ്ട്. ഇതിന് പക്ഷേ 5 ഗിയറുകളാണ്. ഓ, ഈ വളവാണ് പക്ഷേ. ഓ മാൻ, വണ്ടി ഇടിച്ചിടിച്ചൊക്കെയാണ് പോയത്. ഓ, ഇടിച്ചടേ. അയ്യോ, വണ്ടിയുടെ ലൈഫ് നോക്ക്. ഇനോവയുടെ ലൈഫ് വളരെ മോശമാണ്. ഉള്ളിളവി അവിടെ കൂടി. ഇനി വണ്ടി ഒന്നിനും കൊള്ളില്ല. പക്ഷെ ഞങ്ങൾക്ക് സ്പീഡൊന്നും നേരെ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അത് കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഇതുകൊണ്ട് നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തിയാ. നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തിയെന്ന് തോന്നുന്നു. അത് മതി. ഡെസ്റ്റിനേഷൻ ആൾക്കാരൊക്കെ ഇതിനായിട്ട് കയറ്റിയില്ലേ. ബെസ്റ്റ് കോമഡിയാണ് നമ്മുടെ കാര്യം. അയ്യോ, തമ്മിലുണ്ടാക്കണം. ആദ്യമേ എടുത്തിടണ്ടായിരുന്നു. നമ്മളപ്പോൾ ആൾക്കാരെ കയറ്റാതെ പോയാ നല്ല കാര്യം. ആൾക്കാരെ കയറ്റാതെ വണ്ടി എടുത്തോണ്ട് നല്ല സീറ്റ് ഫുള്ളായി. മതി മതി വാ. ഭയങ്കര സ്ലോ ആണ്. ഓക്കെ, നമ്മളിപ്പോഴാണ് ആൾക്കാരെ കയറ്റണ. ബെസ്റ്റ്. ഈ വണ്ടി ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കണം, അല്ല ശരിയാവില്ല. ഓക്കെ, വണ്ടി റിപ്പയർ ആയാ? ഇല്ല ഇല്ല ഇല്ല, ഞാനിത് വണ്ടി റിപ്പയർ ആയിരുന്നു. ഇനിയാണ് അപ്പോൾ നമ്മൾ ടൂർ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് കുഴപ്പമില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് ഡേ തന്നെ തുടങ്ങാം. നമുക്കാണെങ്കിൽ വണ്ടി ഒന്ന് റിപ്പയർ ചെയ്യണം. പക്ഷെ ഇവിടെ എവിടെയെങ്കിലും അടുത്തെങ്കിലും ഒരു റിപ്പയറിങ് കട വേണം. ഓക്കെ, അതാണ് കുഴപ്പമൊക്കെ. റിപ്പയറിങ് കടയൊന്നും ഇവിടെ ഇല്ല. അതേപോലെ ചെറുതായിട്ട് ലാഗ് അടിക്കുന്നുണ്ട്. റിപ്പയറിങ് കടയുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ശരിയാക്കാം. ഓക്കെ, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷെ ഇവിടെ ഒരു റിപ്പയർ ചെയ്യുന്ന കടകളും ഇല്ല. നമ്മളപ്പോൾ ഇതുവരെയായിട്ട് ആൾക്കാരെടുക്കാതെയാണ് നമ്മൾ വണ്ടി അടിച്ചത്. ബെസ്റ്റ്, നല്ല കാര്യം. വണ്ടി റിപ്പയർ ചെയ്തിട്ടൊരു തമ്മിൽ എടുക്കണം. പിന്നെ ഇടിച്ച് വണ്ടി ഒന്ന് റിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ വണ്ടി മര്യാദയ്ക്ക് ഓടില്ല. ഓക്കെ, ഞാനിപ്പോൾ ഫസ്റ്റിലൊന്നുകൂടെ ഇട്ട് നമ്മൾ ഇപ്പോഴാണ് ആൾക്കാരെ പിക്ക് ചെയ്യണം. ബെസ്റ്റ്. ഓക്കെ, കുഴപ്പമില്ല. വണ്ടിയുടെ കണ്ടീഷൻ നല്ല മോശമാണ്. ഓക്കെ,
പക്ഷെ നല്ല വണ്ടിയാണ് ഇനോവ. എഞ്ചിൻ ഡാമേജ് ആയാ? എഞ്ചിന് എന്തെങ്കിലും പറ്റിയ? അയ്യോ, ഇതിന്റെ എഞ്ചിൻ ഡാമേജ് ആയതാണ്. പണി പാളിയാ. ഇനി ഇത് റിപ്പയർ ചെയ്യണമല്ലോ, അതെങ്ങനെ ചെയ്യും? നമുക്ക് ഈ വണ്ടി റിപ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ, നമുക്കിതിൻ്റെ ബാക്കിയുള്ള ഫുള്ളായിട്ടുള്ള ഡീറ്റെയിലിങ് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഡിക്കി തുറക്കും. കേട്ടോ, അത് വർക്കാവണല്ലോ, വണ്ടി പോയെന്ന് തോന്നുന്നത്. രണ്ടാമത്തെ ബട്ടൺ അമർത്തണമെങ്കിൽ മെയിൻ ഡോർ തുറക്കും നമ്മുടെ ഇരിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ അമർത്തി കഴിഞ്ഞാൽ ഒരു സാധനം നടക്കണില്ല. ഫുള്ള് ചളഞ്ഞിരിക്കുകയാണ് വണ്ടി. ഓക്കെ, വണ്ടി ഫുള്ള് പോയിരിക്കുകയാണ്. ഫ്രണ്ട് റോഡ് എടുക്കാൻ പറ്റുമോ? 27 പക്ഷെ ഡാമേജ് ആവുമോ? നല്ല ഇടിച്ചു കേട്ടോ വണ്ടി. നമ്മൾ ആദ്യമാണ് ഇത്രയും വലിയൊരു വണ്ടി ഓർഡർ വണ്ടി ചത്തില്ല. നല്ല കാര്യം, നമുക്ക് എല്ലാം അടയ്ക്കാം. ഓക്കെ, നമുക്ക് വണ്ടി എടുത്തു സെക്കൻഡ് ഗിയർ. ഓക്കെ, വണ്ടി ചത്തു പോയിരുന്നു. ഓക്കെ, പക്ഷെ വണ്ടി ചത്തിട്ടില്ല. വണ്ടി ചത്തിട്ടില്ല. വണ്ടി ഇത് റെഡിയാക്കണം. അല്ലാതെ വണ്ടി സ്പീഡ് കയറുന്നില്ല. വണ്ടി പോണ കണ്ടീഷൻ തന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെ തോന്നണം. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും ഇത് കൊണ്ട് എന്തായാലും കത്തിച്ചെന്നാലും വിടാം. ഓക്കെ, അല്ലാതെ ഒന്നും നടക്കത്തില്ല. ഓക്കെ, വണ്ടി എങ്ങനെയെങ്കിലും ശരിയാക്കണം. നമുക്ക് 3rd ഗിയർ ഇടാം, അല്ലെങ്കിൽ 105 വരെ പോകും. ഇതിനിപ്പോൾ എത്ര പോകുമെന്ന് എനിക്ക് അറിയാം. എഴഞ്ഞാണ് പോണത്. ഫുള്ള് പോയി വണ്ടി. ഡോറും ഡിക്കും എല്ലാം ചപ്പിയിരിക്കുന്നുണ്ട്. ഇതെനിക്ക് തോന്നണില്ല ശരിയാൻ കിട്ടുന്നത്. എവിടെയെങ്കിലും ഒരു റിപ്പയറിങ് സെൻ്റർ ഉണ്ട്, അതാണ് ഞാൻ നോക്കണം. റിപ്പയറിങ് സ്ഥലത്തുണ്ടെങ്കിൽ വണ്ടി ഒന്ന് റിപ്പയർ ചെയ്യണം. ഇനി നമുക്ക് നല്ല ദൂരം ഉണ്ടെന്ന് തോന്നണം ഡെസ്റ്റിനേഷനിലായിട്ട് എത്താനായിട്ടൊക്കെ. എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇടാം. നമ്മളിവിടെ വെച്ച് തന്നെ സേവ് ചെയ്തിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കളിക്കാനുണ്ട്. നമുക്ക് ഈ ഒരു സംഭവം എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മൾ നല്ലൊരു ടൂറാണ്, വലിയൊരു കയറ്റമൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ കളിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. വണ്ടി ഒന്ന് ഫുള്ള് റിപ്പയർ ചെയ്തൊന്ന് സെറ്റാക്കി എടുക്കുക. ഓക്കെ, വണ്ടി ഇപ്പോൾ നമുക്ക് ഈ കടയിലോട്ട് കയറ്റിയിടാം. ഓക്കെ, കടയിൽ എന്തോ ഒരു മാർക്കറ്റ് പോലത്തെ സാധനമാണ്. കയറില്ല എൻ്റെ അകത്ത്. അയ്യോ, വണ്ടി എന്താ പറ്റി? പിന്നെ ചത്തായി വണ്ടി. ഈ വണ്ടി ഫുള്ള് കംപ്ലൈൻ്റ് ആയിട്ടാ. ഓക്കെ, ഫ്രണ്ട് എടുത്ത് പോട്ട് എങ്ങനെയെങ്കിലും ആ കടയിലോട്ട് കുത്തിക്കയറ്റാൻ വേണ്ടി. പോട്ട്. പിന്നെ ഇടിച്ച്. ഓക്കെ, ഇത് ഇങ്ങനെ നമുക്ക് ഈ ഗെയിമിൽ കടകളിലൊന്നും വണ്ടികൾ കയറ്റാൻ പറ്റില്ല, അതൊരു സീനാണ്. പിന്നെ തിരിച്ച് ബ്രേക്ക് പിടിച്ചാലല്ലേ നമുക്ക് പോകാൻ പറ്റും. അങ്ങനെയൊക്കെ ഉണ്ടായി അല്ലേ. നമുക്കിപ്പോൾ എവിടെയെങ്കിലും വണ്ടികളൊക്കെ ഒതുങ്ങി. വണ്ടിയുടെ കണ്ടീഷൻ വളരെ മോശമാണ്. ഇനി ഇതും കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ മലയിലൊന്നും കയറില്ല. ഭയങ്കര സ്പീഡ് കുറവാണ്. ഓക്കെ, വണ്ടി ഇഴഞ്ഞാണ് പോകുന്നത്. നമുക്കിതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇടാം. ഓക്കെ, അതേ ഉടനെ ഇടുന്നതാണ്. ഈ ടൂർ എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ആക്കി കിട്ടും, അതെൻ്റെ വാക്ക്. ഏതെങ്കിലും കടയില്ല, ഏതെങ്കിലും കോപ്പിലുണ്ട് നിർത്തായി വണ്ടി സ്റ്റെപ്പ്. സൈഡിലോട്ടുണ്ട് വണ്ടി കയറുന്നില്ല. കയറി വണ്ടി കയറി, അത് മതി. ഓക്കെ, വണ്ടി കയറി. നമുക്കൊരു കാര്യം ചെയ്യാം, വണ്ടി അകത്തോട്ട് പാർക്ക് ചെയ്യും. വണ്ടി അയ്യോ റിവേഴ്സ് എടുക്കാം. പിന്നെ ഇടിച്ചു. വണ്ടി ഫുള്ള് പോയി കിടക്കുന്നത്. ഇതിൻ്റെ അകത്തോട്ട് എന്തോ ഒരു ഇതൊന്നും. നമുക്ക് ഈ വണ്ടി നിർത്തിയിട്ട് ഇവിടെയൊക്കെ ചായ കുടിച്ച് നിൽക്കുക. ഓക്കെ, നമ്മളപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടനെ ഇടുന്നതാണ്. റിപ്പയർ ചെയ്യാൻ പറ്റുമോ?
നമുക്കപ്പോൾ ഈ വണ്ടി റിപ്പയർ ചെയ്യാം. ഓക്കെ ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രയുള്ള ഗായ്സ് നമ്മുടെ ഒരു ഇന്നോവ ടൂർ വീഡിയോയുടെ പാർട്ട് 1 ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ വണ്ടി ഫുള്ളായിട്ട് നമ്മൾ സെറ്റാക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ അടുത്ത വീഡിയോ നമ്മൾ ഉടനെ തന്നെ എന്തായാലും ഇടുന്നതാണ്. അപ്പം അടുത്തൊരു കിടിലൻ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.